ഈ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ തന്നെ ഈ മനുഷ്യരെയെല്ലാം ഭക്ഷണമായി കാണുന്ന ഒരു കൂട്ടം ജീവികൾ താമസിക്കുന്നുണ്ട്. അവരെ കാണാൻ മനുഷ്യരെ പോലെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ കൂടെ ഒരു മനുഷ്യനായി തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഈ സാധനങ്ങളെ ഗോൾസ് എന്നാണ് വിളിക്കുന്നത്. ഇവയ്ക്ക് പലതരം സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസും അതുപോലെ ഒരു ഹ്യൂമനെക്കാട്ടിലും ഒത്തിരിയധികം സ്ട്രെങ്ത് ഉണ്ട്. സോ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആനിമയാണ് ടോക്കിയോ ഗോൾ. ഒരുപാട് പേർക്കും ഈ ആനിമി അറിയുന്നുണ്ടാവും. അത്യാവശ്യം പോപ്പുലറും അതുപോലെ തന്നെ നല്ല കിടിലൻ കഥയുമുള്ള അല്ലെങ്കിൽ നല്ലൊരു ആനിമിയുമാണ് ഈ ടോക്കിയോ ഗോൾ. എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോ ഗൈസ്, ഞാൻ ബ്ലാക്ക് ക്ലോവറിന്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡിലേ വന്നു. കുറച്ചൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് അധികം ഡിലേ വന്നു. പിന്നെ അതുപോലെ തന്നെ ആനിമി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി വന്നു ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കമന്റ്സും കാണാൻ തുടങ്ങി. സോ ഞാനത് ഡ്രോപ്പ് ചെയ്യാണ്. കാരണം എനിക്കിനി അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. കാരണം കണ്ടിന്യൂ ചെയ്താൽ തന്നെ എനിക്ക് വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഗൈസ്, ലൈഫ് ഭയങ്കര റഫായിരുന്നു. ആൻഡ് ഇപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഞാനൊന്ന് ക്ലിയർ ആയത്. ഗൈസ്, സീരിയസ് ആവേണ്ട കാര്യങ്ങളിൽ എന്തായാലും സീരിയസ് ആവുക. പറ്റിക്കല് ആരെയും. ഒരാള് സീരിയസ് ആണെങ്കിൽ മറ്റേ ആള് തമാശക്കായിരിക്കും എന്ന് പറയുന്നത് ശരിയാണല്ലോ അല്ലെ? ലൈഫ് ലെസൺ. എനിവേ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പിന്നൊരു കാര്യം, ഇത് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യൂട്ടോ. സോ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വലിയ സിറ്റി ആയിട്ടുള്ള ടോക്കിയോ ആണ്. അവിടെ ഒരു പെണ്ണ് ഒരു മനുഷ്യനെ തിന്നോണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് അയാളെ തിന്നോണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഈ തിന്നുന്ന ക്രീച്ചേഴ്സിനെയാണ് നമ്മൾ ഗോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും അവിടത്തേക്ക് വേറൊരു ഗോൾ വരുന്നുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫൈറ്റ് പോലെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പുറത്തുനിന്ന് കുറച്ച് തരം ടെൻഡക്കിൾസ് ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ ഒക്ടോപ്പസ് മാനിനൊക്കെ ഉള്ള പോലെ. ഇതേ സമയം തന്നെ അവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അവളുടെ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട്. പിന്നെ കാണിക്കുന്നത് ഒരു കോഫി ഷോപ്പാണ്. ആ കോഫി ഷോപ്പിൽ ടിവിയിലൊക്കെ ഇന്ന ബിൽഡിങ്ങിൽ ഇത്രാമത്തെ നിലയിൽ ഗോൾ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ആ രീതിക്കൊക്കെ പറയുന്നുണ്ട്. ആ കോഫി ഷോപ്പിൽ നമ്മുടെ നായകനും നായകന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. നായകന്റെ പേര് കാനഗി എന്നും നായകന്റെ ഫ്രണ്ടിന്റെ പേര് ഹീര എന്നുമാണ്. ഇവരിപ്പോ ബേസിക്കലി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നായകന് ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ക്രഷ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പെങ്കൊച്ചിന് ഇവിടെ വെച്ചിട്ടാണ് അവനെ ആകെ കൂടെ കാണാൻ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഹീരയാണെങ്കിൽ ആരാ പെണ്ണ്, ഏതാ പെണ്ണ്, എവിടുന്നാ, ആരാ, എന്താന്നും ചോദിച്ചാൽ അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയടാ ചായ കുടിക്കുന്നതാണോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ളതാണോ, ഏത് ഇത് വേം പറയും. അങ്ങനെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അവള് കേറി വരുക. നമ്മുടെ ചക്കനാണെങ്കിൽ നല്ല ബ്ലഷ് ഒക്കെ അടിച്ചിട്ട് കണ്ണു തുറന്നവള് നോക്കി കഴിക്കൂ. ഇല്ലടാ, നോക്കട്ടെ, അതിനൊക്കെ അവളെ കിട്ടൂല. നിങ്ങളുടെ രണ്ടുപേരുടെയും സൗന്ദര്യം തമ്മിൽ ആനയാടിന്റെയും ഡിഫറൻസ് ഉണ്ട്. ഒരു ടിപ്പിക്കൽ കൂട്ടുകാരൻ, ഒന്നും പറയാനില്ല. ഇവനാണെങ്കിൽ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവോ. അപ്പൊ തന്നെ പെട്ടെന്ന് അവൾ ഇങ്ങോട്ടേക്ക് ഒരു ഐ കോണ്ടാക്ട് ഇടും. അന്നേരം പെട്ടെന്ന് കണ്ടടയ്ക്കും. എന്നിട്ട് അതിനുശേഷം ഇവൻ നോക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ഇവനെ നോക്കി ചിരിക്കുന്ന ചെക്കന് ലോട്ടറി അടിച്ചു എന്നുള്ളൊരു സാധനമായി. ഇവർക്ക് രണ്ടുപേർക്കും കുറെ കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ടായിരുന്നു. സോ അവളും ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കും, ഇവനും ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കും. ആ ഒരു കോഫി ഷോപ്പിൽ കാണുന്ന സമയത്ത് രണ്ടുപേരും ഒരേ ബുക്കായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവര് കുറച്ചേരം സംസാരിക്കുകയും അതുപോലെ തന്നെ ഞായറാഴ്ച പുറത്തു പോകാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ സിറ്റിയിൽ വേറൊരു ഗോൾ അറ്റാക്കും കൂടെ നടന്നിട്ടുണ്ടാവും. ഈ ഗോൾസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ബേസിക്കലി മനുഷ്യരെയാണ് തിന്നുന്നത്. അതുപോലെ തന്നെ അവർക്കിപ്പം ഒരു മനുഷ്യനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മാസത്തേക്ക് വിശക്കില്ല, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ടേ വിശക്കത്തുള്ളൂ. അങ്ങനെയാണ് അവരുടെ ഒരു വിശപ്പ് വർക്കാവുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിയിൽ ഇപ്പൊ ഗോൾ അറ്റാക്ക് ഭയങ്കരമായിട്ട് കൂടി വന്നോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച നമ്മുടെ നായകന് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്ന ആ പെണ്ണും കൂടെ കറങ്ങാൻ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ കറങ്ങാൻ പോയിരിക്കുകയാണ്. ഇവർ ബേസിക്കലി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുക്സിനെ പറ്റിയിട്ടൊക്കെ തന്നെയാണ്. ഇവർ രണ്ടുപേർക്കും ആ ഒരു സംഭവം കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്ന മൊത്തം ആ ബുക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ പ്രേമിക്കുന്ന ഒരേ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സംസാരിക്കാൻ കുറെ ഉണ്ടാവും. അങ്ങനെ സംസാരിച്ച് നൈറ്റ് ആവാണ്. അങ്ങനെ ഇവര് പോവാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ, എന്റെ വീടിന്റെ ആ ഭാഗത്തായിട്ടാണ് ഒരുപാട് അറ്റാക്സ് നടന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ, ജസ്റ്റ് എന്നെ ഒന്ന് അവിടം വരെ എന്റെ കൂടെ ഒന്ന് വരുമോ. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ അണ്ണൻ അവളുടെ കൂടെ പോകാൻ തീരുമാനിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുവാണ്. അങ്ങനെ ആ ഒരു സമയത്തും അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവര് ഒരു ഇടവഴിയിൽ അവിടെ എത്തുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവളെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് നടക്കുവാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം രണ്ടുപേരും ഒറ്റയ്ക്കാണ്, സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. സോ നമ്മുടെ അണ്ണൻ അവളെ പ്രപ്പോസ് ചെയ്യാം ആ രീതിക്ക് വിചാരിക്കുന്നുണ്ട്. അതേ, നമുക്ക് പിന്നെയും കാണാം. അല്ലല്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഇങ്ങനെ ഇവൻ പറഞ്ഞ സമയത്ത് അവളാണെങ്കിൽ നമ്മൾ ഒരേ ഏജാണ്, നമ്മുടെ ടേസ്റ്റ് ഏകദേശം സെയിം ആണ്, എനിക്കും നിനക്ക് എന്നോട് തോന്നുന്ന പോലെ തന്നെയാണ് എനിക്ക് നിന്നോട് തിരിച്ചും തോന്നുന്നതെന്ന് പറയാം. എന്നിട്ട് അവന്റെ അടുത്തേക്ക് പോയിട്ട് പെട്ടെന്ന് ഊമ്പി. ബേസിക്കലി അവളൊരു ഗോളായിരുന്നു. അവനെ കഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നാടകമായിരുന്നു ഇതുവരെ കണ്ടത് മുഴുവൻ. എന്താണ് കാനകി, നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യണ്ടേ?
എന്നും പറഞ്ഞ് അവളുടെ ടെൻഡക്കിൾസ് ഒക്കെ പുറത്തിട്ടിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. ഇല്ല, ഇത് സത്യമല്ല, ഇത് സംഭവിക്കുന്നില്ല, ഇതൊന്നും റിയൽ അല്ല. നമ്മുടെ നായകൻ ഒരുപാട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായകനെ വിടാണ്ട് അവൾ പിന്തുടർന്ന് അവളുടെ ടെൻഡക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യുവാണ് നമ്മുടെ നായകനാണെങ്കിൽ അലറി നിലവിളിച്ചിട്ട് പോലും അടുത്തുനിന്ന് ഒരു മനുഷ്യനില്ല ഇവനെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഓഹോ, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചല്ലേ. എടാ ചാവല്ലേ കാനകി, നിന്നെ ഉപദ്രവിക്കാൻ ഭയങ്കര ഫണ്ണായിട്ടുണ്ടായിരുന്നു കാനകി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരുപാട് കമ്പികൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കെട്ടിവെച്ച റോപ്പ് എല്ലാം കൂടെ വിട്ടു പോവുകയാണ്. ഇതെല്ലാം കൂടെ നേരെ ചെന്ന് വീഴുന്നതാണെങ്കിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ്. അതായത് നമ്മുടെ നായകനും ഇവളും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു കമ്പികളെല്ലാം ചെന്ന് വീഴുന്നത്. ബേസിക്കലി എല്ലാം കൂടെ ചെന്ന് വീഴുന്നത് നമ്മുടെ ഗോളിന്റെ ദേഹത്തേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ താൽക്കാലികമായി ഇപ്പത്തേക്ക് രക്ഷപ്പെടാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വോയിസസ് കേൾക്കുന്നുണ്ട്. അതായത് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ രീതിക്കൊക്കെ. അതിനുശേഷം നമ്മുടെ നായകൻ ഹോസ്പിറ്റലിൽ കണ്ണുറക്കാണ്. അവന്റെ ഒരു കണ്ണ് ഇപ്പൊ ഒരു ഗോൾഡിന്റെ കണ്ണ് പോലെ ആയിട്ടുണ്ട്. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ നായകന് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. അതുപോലെ അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എടുക്കുമ്പോൾ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഒരു ടേസ്റ്റും അതിന് ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ഒമിറ്റ് ചെയ്യാൻ പോലെ ഫീൽ ചെയ്യാണ്. സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒന്നും തന്നെ ഇവന് കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം തന്നെ ഇവന് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുവാണ്. ഈ ഒരു സംഭവം ഇവൻ ഡോക്ടറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഇത് നിന്നെ മെന്റലി അഫക്ട് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനത്തെ റയർ കേസസ് ഉണ്ടാവലുണ്ട്, നിനക്ക് എല്ലാത്തിനോടുള്ള ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടാവും, മേ ബി അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും, ആ രീതിക്കൊക്കെ നമ്മുടെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവനെ. ഇതിനുശേഷമാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ നായകന്റെ ഫ്രണ്ടില്ലേ ഹീറെ, അവനാണെങ്കിൽ ഇവനെ ഒരുപാട് വട്ടം വിളിച്ചിട്ടും വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവൻ മൈൻഡ് ആക്കിയിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ഇവൻ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാംബർഗറും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഒരു കവറിലാക്കി ഒരു നോട്ടൊക്കെ വെച്ചിട്ട് ഇവനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനങ്ങനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ടി വി വെച്ച സമയത്ത് അതിനകത്ത് ലൈക്ക് ഒരു ഷോ നടക്കുന്നുണ്ടാവും ഈ ഗോൾസിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതിനകത്ത് അയാൾ ഇങ്ങനെ പറയുന്നുണ്ടാവും ലൈക്ക് ഗോൾസിൻ്റെ ടങ്ക് തന്നെ ഡിഫറെൻ്റ് ആണ്, അവർക്ക് ഒരിക്കലും മനുഷ്യർക്ക് തിന്നാൻ പറ്റുന്ന ആഹാരങ്ങൾ തിന്നാൻ സാധിക്കില്ല, അവർക്ക് ലൈക്ക് ഹ്യൂമൻ ഫ്ലഷ് മാത്രമാണ് തിന്നാൻ സാധിക്കത്തുള്ളൂ, വേറെയൊക്കെ അവർക്ക് ഡിസ്കസ്റ്റിംഗ് ആയിരിക്കും, ആ രീതിക്ക് പറയുന്നവൻ കേൾക്കുവാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ നായകൻ പേടിച്ച് പോയിട്ട് നായകൻ പെട്ടെന്ന് നമ്മുടെ ഹീറെ കൊടുത്തുവിട്ടുണ്ടായിരുന്ന ആ കവർ എടുത്തിട്ട് ആ കവറിനകത്ത് നിന്ന് ബർഗർ എടുത്തിട്ട് തിന്നുവാണ് അവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. പക്ഷെ അവനെ കൊണ്ട് അത് തിന്നാൻ പറ്റുന്നുണ്ടാവില്ല. അവൻ പെട്ടെന്ന് പോയിട്ട് അതെല്ലാം കൂടെ ഛർദ്ദിക്കുവാണ്. അങ്ങനെ അവൻ മനുഷ്യന്മാർ കഴിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് അതിനകത്തുള്ളതെല്ലാം തന്നെ കഴിച്ചു നോക്കുകയാണ്, എന്തെങ്കിലും അവന് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ടോന്ന്. പക്ഷെ ഒരൊറ്റ സാധനം പോലും അവന് ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ല, എല്ലാം തന്നെ അവൻ ഒമിറ്റ് ചെയ്ത് കളയാണ്. അവൻ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അവന് പോലും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വേറെ ആരോ പറഞ്ഞിട്ടുള്ള ഒരു വലിയ വാക്കുകൾ കടമെടുക്കാൻ ആഗ്രഹിക്കുന്നു: പെണ്ണിനെ നമ്പിന ഓമ്പിന. അവൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യും, പക്ഷെ ഒന്നുപോലും അവന് തൃപ്തി വരത്തില്ല. അവൻ അങ്ങനെ അവിടെ മുഴുവൻ തൂവി വാരി വലിച്ചിട്ടിരിക്കുമായിരിക്കും. ഇതേ സമയം തന്നെ ഹീറെ അവനെ പലവട്ടം വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ ഒരു വട്ടം പോലും കോൾ എടുത്തിട്ടില്ല. ബേസിക്കലി ഹീറയും അതുപോലെ തന്നെ ഇവനും ഭയങ്കര കമ്പനിയാണ്. ലൈക്ക് ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാത്തപ്പം സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോളേജിൽ പോകുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മുടെ ഹീറോ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നായകനാണ് കാണിക്കുന്നത്. നായകൻ മെല്ലെ നൈറ്റ് ആയ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. അവന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഒരുപാട് ജനങ്ങളുടെ ഇടയിലൂടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഹ്യൂമൻസിന്റെ എല്ലാം മണം അടിച്ചിട്ട് അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി കണ്ട പോലെയാണ്. ലൈക്ക് കുട്ടികൾ, സ്ത്രീകൾ, ആ മനുഷ്യർ, ഇറച്ചി 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 ഇറച്ചി, ആ ഒരു സാധനമാണ് അവന്റെ മനസ്സ് മുഴുവൻ. അവൻ എന്തൊക്കെ ചെയ്തിട്ടും അവൻ ആ മനുഷ്യരെ തിന്നണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാറ്റാനേ പറ്റുന്നില്ല. അവിടെയുള്ള ഓരോ മനുഷ്യരെ കാണുമ്പോഴും അവൻ അവരെ തിന്നണം 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 തിന്നണം, ഓരോ കുട്ടികളെ കാണുമ്പോഴും തിന്നണം 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 എന്നവനിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുവാണ്. അവന്റെ ചുറ്റും ഒരുപാട് മനുഷ്യർ നിൽക്കുകയാണ്. അവനിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ലൈക്ക് അവന്റെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുന്നില്ല, അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം അവനെ വിരൽ തന്നെ വായിലിട്ട് കടിച്ച് പിടിച്ച് നിൽക്കുവാണ് അവിടെ. അതിനുശേഷം അവൻ പെട്ടെന്ന് അവിടുന്ന് ഓടി അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. അങ്ങനെ അവന്റെ ആ മിററിൽ പോയി നോക്കുന്ന സമയത്ത് അവന്റെ കണ്ണാണെങ്കിൽ മാറിയിട്ട് ഗോൾസിന്റെ കണ്ണ് പോലെ ആയിട്ടുണ്ടാവും. ഇവൻ ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു പെണ്ണിനെ പലവട്ടം ഇവൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇവൻ ഗോളായി മാറിയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആ ഒരു ഇതിൽ തന്നെ ലൈക്ക് ഇവർക്ക് കത്തി, ലൈക്ക് സാധാരണ കത്തിക്കൊന്നും നമ്മുടെ ഗോൾസിനെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ കേട്ടിട്ടുണ്ടാവും. സോ അവൻ പെട്ടെന്ന് പോയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് അവന്റെ നെഞ്ചത്ത് തന്നെ കുത്തി കയറ്റി നോക്കുവാണ്. ലൈക്ക് ഇതിനെന്തെങ്കിലും എന്നെ ഡാമേജ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു കത്തി പൊട്ടിത്തെറിച്ച് പോവാന്നല്ലാതെ ഇവന് ഒരു തുള്ളി പോലും ഡാമേജ് ചെയ്യാൻ ആ കത്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ പുറത്തു കൂടെ ഇറങ്ങി നടക്കുവാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവന് ഭയങ്കര നല്ലൊരു മണം കിട്ടുവാണ്. എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ മണം പോലത്തെ മണം, അയ്യായി എന്തെങ്കിലും എനിക്ക്
തിന്നാൻ പറ്റുന്ന ഇപ്പൊ കിട്ടും. അങ്ങനെ അവൻ ആ മണം വന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി നോക്കുന്ന സമയത്ത് ഒരു ഗോള് ഒരു മനുഷ്യനെ തിന്നുന്നതാണ് അവൻ കാണുന്നത്. ആ ഒരു ഡെഡ് ബോഡിക്കാണ് അവൻ അവന്റെ അമ്മ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയ ഭക്ഷണം പോലെ ഓടി വരുന്നത്. അവന് ബേസിക്കലി അത് കാണുമ്പോൾ തന്നെ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾ ഇവനെ കണ്ടിട്ട് എന്താ നിനക്ക് വേണോ, ഞാൻ ഒരുപാടൊന്നും തരില്ല, വേണമെങ്കിൽ ഒരു കുറച്ച് തരാന്ന് പറഞ്ഞിട്ട് അവൻ അതിനു വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറൊരു ഗോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് എന്റെ ടെറിട്ടറിയാണ്, നിന്നെ ആരെ എന്റെ ടെറിട്ടറി കയറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗോളിന്റെ തല ചവിട്ടി അങ്ങ് പൊട്ടിക്കുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ നേരെ നമ്മുടെ നായകന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നായകന്റെ കൊങ്ങിക്ക് പിടിച്ച് പൊക്കി നിർത്തിയിട്ട് ഇത് എന്റെ ടെറിട്ടറിയാണ്, നീ ഇവിടെ വന്ന് തിന്നാൻ നോക്കുന്നോ, ആ രീതിക്ക് നമ്മുടെ നായകന്റെ അടുത്ത് പറയുമായിരിക്കും. ഇല്ല, ഞാൻ മനുഷ്യരെ തിന്നില്ല, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. ഇതേ സമയം തന്നെ അങ്ങോട്ടേക്ക് വേറൊരു ക്യാരക്ടർ അപ്പിയർ ആവാണ്. ഇത് നിന്റെ ടെറിട്ടറി ഒന്നും അല്ല ഇഷിക്കി, അതുകൊണ്ട് നീ അവൻ ഇപ്പൊ വെറുതെ വിടണം. ഇപ്പൊ വന്നിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ടോക്ക എന്നാണ്. അങ്ങനെ അവര് സംസാരിച്ച് രണ്ടുപേരും കൂടെ അടിയാകും എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ആളും ഒരു ഗോൾ തന്നെയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പവർ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒറ്റൊരു ബ്ലോ ഉണ്ടായുള്ളൂ. ആ ഒരു ബ്ലോയിൽ തന്നെ നമ്മുടെ ഇഷിക്കിക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറി പറ്റുകയാണ്. സോ ഇനി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എന്തായാലും മറ്റവൾ ഇവനെ കൊല്ലും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അവൻ ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവൻ പോയതിന് ശേഷം ഈ ഒരു ഗോളിന് ആ ഒരു കൈ കൊടുത്ത് അത് നീ തിന്നോളാൻ പറഞ്ഞിട്ട് ആ ഒരു നമ്മുടെ നായകന്റെ അടുത്തേക്ക് അവൾ ആ കൈ കൊണ്ട് വരികയാണ്. പക്ഷെ ബേസിക്കലി നമ്മുടെ ഇവൻ ഒരു ഹാഫ് ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ ഇവൻ ആ കൈ തിന്നാനും പറ്റുന്നില്ല, എന്നാൽ തിന്നണമെന്നുകൊണ്ട് ആ ഒരു രീതിക്ക് കിടന്നിങ്ങനെ എനിക്ക് വേണം എന്നാ വേണ്ട, എനിക്ക് വേണം എന്നാ വേണ്ട, ആ ഒരു രീതിക്ക് നിൽക്കുമായിരിക്കും നമ്മുടെ നായകൻ. നീ ഇത് കഴിച്ചോ, അതിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇല്ല, എനിക്കത് കഴിക്കാൻ പറ്റില്ല, ഞാനത് കഴിക്കില്ല, ഞാനത് എന്തായാലും കഴിക്കില്ല, ഞാനത് കഴിക്കില്ല. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ നേരെ ചെന്നിട്ട് ആ ഒരു ശരീരത്തിൽ നിന്ന് ഒരു ഇറച്ചീൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ നായകന്റെ വായിലോട്ട് തള്ളി അങ്ങ് കയറ്റുവാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ബേസിക്കലി ഇത് നല്ല രീതിക്ക് വയലൻസും അതുപോലെ ഒരുപാട് ബ്ലഡും കാണാൻ പറ്റുന്ന ഒരു ആനിമി തന്നെയാണ്. പിന്നെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ്സുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.